രാജ്യത്തു തന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് ഏറ്റവും വലുതും ഏറ്റവും വിശ്വാസ്യതയുള്ളതുമായ രാംനാഥ് ഗോയങ്കെ എക്സലൻസ് ഇൻ ജേർണലിസം അവാർഡ് ഡൽഹിയിൽ വെച്ച് ഉപരാഷ്ട്രപതിയിൽ നിന്നും മലപ്പുറം കാളികാവ് സ്വദേശിനി ഫൗസിയ മുസ്തഫ ഏറ്റുവാങ്ങുമ്പോൾ അത് കേരളത്തെ രാജ്യത്തിന് മുന്നിൽ നിർത്തിയ അഭിമാന കാഴ്ചയായി. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും 22 പ്രാദേശിക ഭാഷകളിലെ 3000-ലധികം മികച്ച എൻട്രികളിൽ നിന്നുമാണ് ഫൗസിയ മുസ്തഫയുടെ മനസ്സു തകർന്നവർ മക്കളെ കൊന്നവർ എന്ന അന്വേഷണ പരമ്പര ഒന്നാമതെത്തി ദേശീയ ബഹുമതി കരസ്ഥമാക്കിയത്. ജീവൻ നൽകിയ അമ്മമാരുടെ കൈകളാൽ കൊല്ലപ്പെട്ട 112 കുഞ്ഞുങ്ങൾ, മക്കളെ കൊന്ന് സ്വയം ജീവനൊടുക്കിയ എണ്ണിയാലൊടുങ്ങാത്ത അമ്മമാർ. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന അമ്മമാരെ കുറിച്ചുള്ളതായിരുന്നു ന്യൂസ് മലയാളം ചാനലിൽ സംപ്രേഷണം ചെയ്ത മനസ്സു തകർന്നവർ മക്കളെ കൊന്നവർ എന്ന അന്വേഷണാത്മക പരമ്പര. 10 വർഷത്തിനിടയിൽ 112 കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ അമ്മമാരാൽ കൊല്ലപ്പെട്ടത്. ഗർഭാനന്തരവും പ്രസവാനന്തരവും സ്ത്രീകളിൽ വന്നുഭവിക്കുന്ന ഗുരുതരമായ വിഷാദാവസ്ഥയായ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന മാനസിക രോഗത്താലാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്നായിരുന്നു അന്വേഷണത്തിന്റെ കണ്ടെത്തലും കാതലും. 4 സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഫൗസിയയുടെ കഴിവിന് അംഗീകാരമായി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് കാസർഗോഡ് നിന്നും മുസ്ലിം പെൺകുട്ടികൾ ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനയ്ക്ക് പങ്കെടുത്തതിനെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് ആദ്യ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. തുടർന്ന് നിർധനരായ പെൺകുട്ടികളെ ബ്രോക്കർമാരിൽ നിന്ന് പണം വാങ്ങി മൈസൂരിൽ നിന്നെത്തുന്നവർക്ക് വിവാഹം കഴിച്ചു നൽകി നരകതുല്യമായ ജീവിതത്തിലേക്ക് അയക്കുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന നരകത്തിലേക്കുള്ള നിക്കാഹുകൾ എന്ന പരമ്പരയ്ക്ക് വീണ്ടും സംസ്ഥാന പുരസ്കാരം. വാർത്ത കേരളത്തിൽ വൻ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. വനിതാ കമ്മീഷന്റെ സംസ്ഥാന അവാർഡും മനസ്സു തകർന്നവർ മക്കളെ കൊന്നവർ എന്ന അന്വേഷണാത്മക പരമ്പരയ്ക്ക് ലഭിച്ചിരുന്നു. കോട്ടയം MG യൂണിവേഴ്സിറ്റി, കൽപ്പറ്റ ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലാണ് ഫൗസിയ ജേർണലിസം പൂർത്തിയാക്കിയത്. മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ഈ മിടുക്കി. ദേശീയ അവാർഡ് ലഭിച്ച ഈ പരമ്പരയ്ക്ക് വേണ്ടി ആരും കടന്നു ചെല്ലാൻ മടിക്കുന്നതും അതിസങ്കീർണവുമായ 9 മാസത്തെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമാണ് ഫൗസിയ മുസ്തഫ നടത്തിയത്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ, മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ SY ഖുറേഷി, പ്രൊഫസർ C രാജ്കുമാർ, പ്രൊഫസർ KG സുരേഷ്, MS രോഹിണി നിലേഗിനി എന്നിവർ ജൂറി അംഗങ്ങളായ പാനലാണ് രാംനാഥ് ഗോയങ്കെ എക്സലൻസ് ഇൻ ജേർണലിസം അവാർഡ് നിർണയിച്ചത്. മലപ്പുറം കാളികാവ് സ്വദേശികളായ മുസ്തഫയുടെയും ഫാത്തിമയുടെയും മകളാണ് ഫൗസിയ മുസ്തഫ. മകൾ സഹ നർഗീസ് ഫൗസ്. മലയാളം ടെലിവിഷൻ, മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.